വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞാൽ വെള്ളയും പള്ളിയും ഒക്കെ ഉള്ളൊരു പുള്ളിയാണ്. അദ്ദേഹത്തെ വെറുതെ എന്തിനാണ് മഞ്ഞാക്കി കാണുന്നത്? ചില സ്മൃതിമാരുണ്ട്, പരത്തി അങ്ങ് കാട് പറയും, അതാ സ്മൃതി പരത്തിക്കാടെന്ന് പറയും. അവർ വെള്ളാപ്പള്ളി കാറിൽ കയറി എന്ന് പറഞ്ഞുകൊണ്ട് കാറ തുടങ്ങിയിട്ട് കാലം കുറയായി. ഈ സ്മൃതി മുമ്പ് മാതൃഭൂമിയിലായിരുന്നപ്പം അവിടുന്ന് സ്മൃതി പോയി. പിന്നെ അവർ മീഡിയ വണ്ടായിരുന്നു, അവിടുന്നും സ്മൃതി പോയി. ഇപ്പം അവർ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുക. ഇങ്ങനെയാണെങ്കിൽ താമസിയാതെ സ്മൃതി വിസ്മൃതിയിലാവും ചാനലുകളിൽ നിന്നല്ല. ചില കുട്ടിമാരുണ്ട്, കുട്ടിത്തം പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പോഴും. അവർ പറയുന്നത് എന്തോ വിദ്യാർത്ഥി വന്ന പാണക്കാട് നിന്ന് എന്തോ ഓണസദ്യ വിളമ്പി കൊടുക്കുമെന്ന് പറയുന്നത്. വിളമ്പി കഴിഞ്ഞ് അവസാനം അച്ചാറും നക്കിയ ചെണിച്ച് കൊണ്ട് ഗതി വന്നേക്കരുത്. ഇനി UDF അധികാരത്തിൽ വന്നിരിക്കട്ടെ, ഭരിക്കുന്നത് ലീഗായിരിക്കുമെന്നേ, അല്ലാതെ VD സതീശനെ ഭരിക്കാനൊന്നും പറ്റിയില്ല. കേരളം ലീഗ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ RSS ഉള്ളത്. ലീഗ് ഇല്ലെങ്കിൽ താമര പാർട്ടിയും ഇല്ല കേരളത്തിൽ. നമുക്ക് മഞ്ചേശ്വരത്തെയും കാസർഗോട്ടെയും ഒക്കെ വിഷയം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. കോൺഗ്രസും BJP-യുമായിട്ട് കോറിലേറ്റ് ചെയ്തല്ലേ ഇപ്പം പല പഞ്ചായത്തുകളും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സ്ഥിതിയൊന്നുമല്ല നിലവിൽ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് ശേഷം എന്ന് ഓർക്കുക. സ്ഥിതിഗതികളൊക്കെ ആകെ മാറിയിട്ടുണ്ട്. LDF അതിൻ്റെ സംഘടനാ സംവിധാനം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടും വരുന്നത് തന്നെയാണ്. അതുകൊണ്ട് മെയ് 4 ആകുമ്പോഴത്തേനും സതീശൻ പറഞ്ഞ ഏറ്റവും നല്ല വിസ്മയം ഉണ്ടാകും. അദ്ദേഹം തന്നെ വന്ന് പറയും, എന്നെ പിന്നീന്ന് കുത്തി മുന്നീന്ന് കുത്തി പിന്നെ എവിടെ തന്നെയൊക്കെ കുത്തു കിട്ടിയെന്ന് അദ്ദേഹം തന്നെ പറയും. ഞാൻ പരദൂഷണം പറഞ്ഞൊന്നും വേണ്ട. ഉപതെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ സതീശൻ പറഞ്ഞ പച്ച നുണകൾ കേട്ട് വോട്ട് ചെയ്യുകയാണെങ്കിൽ സ്വാമി വിവേകാനന്ദൻ ഒന്നുകൂടെ സമാധിയിൽ നിന്ന് എണീച്ചു വന്ന് ഒന്നുകൂടെ കേരളത്തെ മതഭ്രാന്താലയം എന്ന് വിശേഷിപ്പിക്കേണ്ടതായിട്ട് വരും. നോക്കൂ, ഹിറ്റ്ലറുടെ കാലത്തെ ഗീബൽസ്യൻ നുണകളാണ് VD സതീശൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റ്ലറുടെ ആത്മാവാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരം മാത്രമേ ഉള്ളൂ, ആത്മാവ് ഹിറ്റ്ലറാണ്. ഹിറ്റ്ലറിസമാണ് കേരളത്തിൽ നടപ്പിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയണം. 10 വർഷത്തെ UPA ഭരണത്തിന് വിരാമമിട്ടുകൊണ്ട് ഇന്ത്യയിലാകെ കുളങ്ങൾ കുഴിച്ച് അതിൽ നിന്ന് ചെളി വാരി എറിഞ്ഞ് താമര വിരിച്ചു കൊടുത്ത ആളാണ് സുനിൽ കനകോലി എന്നയാൾ. അദ്ദേഹം മതം, ബിസിനസ് പ്ലസ് അതിവൈകാരികത, ഇത് മൂന്നും ചൂഷണം ചെയ്തുകൊണ്ട് താമര പാർട്ടിയെ അധികാരത്തിലെത്തിച്ച ആളാണ് സുനിൽ കനകോലി എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തെ വെച്ചിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ പ്രചാരണം നടത്തുന്നത്. അദ്ദേഹമാണ് അതിൻ്റെ നാവ്. അതിൻ്റെ പരിണത ഫലം നോക്കൂ. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വരെ കോൺഗ്രസിൻ്റെ മുറ്റത്ത് വരെ എത്തി താമര പാർട്ടി. ഇനി പെരയ്ക്കകത്തോട്ട് കയറാൻ മാത്രമേ ബാക്കിയുള്ളൂ. അതാണ് മറ്റത്തൂർ വിഷയം അതാണ് കാണിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പുറത്തുചേരുന്ന ആളായാലും, അതും പ്രത്യേകിച്ച് 75 വയസ്സ് പ്രായപരിധി പറയുമ്പോൾ 75 വയസ്സിന് ശേഷം ഒരു മനുഷ്യൻ്റെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയൊക്കെ പിന്നോട്ട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അല്ലെങ്കിൽ പിന്നോട്ട് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിക്ക് അമാനുഷികമായ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ചില പ്രത്യേകതകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പം അങ്ങനെയുള്ള പുറത്തു ചാടുന്ന ആളുകളെ എടുത്ത് താലോലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് പോകുന്നതിന് അധികാര മോഹമായിട്ടാണ്, സ്ഥാനമോഹമായിട്ടാണ്. അങ്ങനെയുള്ളവരെ എടുത്ത് താലോലിക്കേണ്ട അവസ്ഥയൊന്നും അത് വെച്ച് പ്രചരണം നടത്തുക എന്നൊക്കെ പറയുന്നത് അത്ര നല്ല ശീലമല്ല, രാഷ്ട്രീയത്തിലെ നല്ല പ്രവണതകളുമല്ല. പ്രകടന പത്രിക എന്നത് കേവലം തിരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കാനുള്ളതല്ല, അത് പ്രവർത്തിച്ച് പ്രതിഫലിപ്പിച്ച് കാണിച്ചു തന്ന ഒരു 10 വർഷത്തെ ഭരണമാണ്. അതായത് അഴിമതിരഹിത സുതാര്യ ഭരണമാണ് നിലവിലുള്ളത്. ഇനി പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു അല്ലെങ്കിൽ എല്ലാം 100% പെർഫെക്റ്റായി എന്നൊന്നും അവകാശപ്പെടാനാവില്ല. എന്തെങ്കിലും ചില വീഴ്ചകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാകാം. അത് സഹജമായി വരുന്ന വീഴ്ചകൾ മാത്രമാണ്. എങ്കിലും മറ്റ് ഏത് രാഷ്ട്രീയ പാർട്ടിയേക്കാളും ഭേദം അല്ലെങ്കിൽ രാഷ്ട്രീയ ഭരണത്തെക്കാളും ഭേദം
LDF തന്നെയായിരിക്കും ജനങ്ങൾക്ക് നിഷ്പക്ഷമതികളായി ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പോലും ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സംവിധാന അവകാശം ആ രീതിയിൽ വിനിയോഗിക്കുകയാണ് ജനങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഇത്രയുമാണ് ഈ ഭാഗത്ത് പറയാനുള്ളത്.